Hi friends, welcome back to Jaya's recipes. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ചപ്പാത്തി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഫുൽക്ക സോഫ്റ്റ് റൊട്ടി ഇതെല്ലാം ഈ മൂന്നും എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ഫുൽക്കയും റൊട്ടിയും എല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരേ മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച രാത്രി വരെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവെ ഞാൻ വിൻ്ററിൽ കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ടാണ് സാധാരണ ഞാൻ കുഴയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ സമ്മറിൽ ഞാൻ സാധാരണ നോർമൽ വെള്ളമാണ് ഉപയോഗിക്കുക. സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല പെട്ടെന്ന് മാവ് സോഫ്റ്റ് ആവും. സാധാരണ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഉപ്പോ അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാറില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറിയിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ഉപ്പ് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട്. അത് കാരണം ചപ്പാത്തിയുടെ മാവിൽ ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ഇനി നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണിനൊക്കെ കുറച്ച് കുറവായിട്ട് ഉപ്പ് ചേർത്തോളൂ. നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് മാവ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ നേരം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. അല്ലാതെ നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ചിട്ട് ഇത് സോഫ്റ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ചുട്ട് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ചൂടുള്ള വെള്ളം കൊണ്ടാണ് കുഴക്കണമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കൈക്കൊക്കെ വേദനയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചൂടുള്ള വെള്ളം കൊണ്ടാണ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ മതി. അല്ലാതെ കുറേ നേരം നമ്മൾ കുഴച്ചിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല. അതാണ് ചൂടുള്ള വെള്ളം ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇതിലുള്ള പ്രോട്ടീനും ഇതിൽ ഗ്ലൂട്ടനൊക്കെ ഉള്ള കാരണം നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ട് കുഴയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ ഞാൻ ആകെ ഒരു 2 മിനിറ്റോളം മാത്രമാണ് ഞാൻ കുഴച്ചിട്ടുള്ളൂ. ഞാൻ പൊതുവേ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കും. അപ്പോൾ അത് തന്നെ ഇരുന്നിട്ട് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടനൊക്കെ ഉള്ള കാരണം ചപ്പാത്തിയുടെ മാവ് നമ്മൾ എത്ര കൂടുതൽ സമയം കുഴച്ച് വയ്ക്കുന്നു അപ്പോൾ അത് അത്രയും സമയം അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ആ ഒരു ഇത്. അല്ലാതെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇടിച്ച് പരുവാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ല ചപ്പാത്തിയുടെ മാവ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ ചൂടുള്ള വെള്ളം കുഴച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയുടെ മാവ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മീതെ ഇങ്ങനെ ഡ്രൈ ആയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതാവാതിരിക്കാൻ ഞാൻ കുറച്ച് കയ്യിൽ ഇങ്ങനെ ഏതെങ്കിലും ഓയിൽ മതി ജസ്റ്റ് ഒന്ന് കയ്യിൽ പരട്ടിയിട്ട് ഇതിൻ്റെ മീതെ ഒന്നിങ്ങനെ തടവി കൊടുക്കുക. കുറേയൊന്നും വേണ്ട. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് നനഞ്ഞ തുണി കൊണ്ടാണ് നിങ്ങൾ പിന്നെ മൂടി വയ്ക്കണമെന്ന് വെച്ചാൽ പിന്നെ എണ്ണ തടവേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചാലും മതി കേട്ടോ. ഞാൻ സാധാരണ നനഞ്ഞ തുണിയൊന്നും ഉപയോഗിക്കാറില്ല. ഒരു അടപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാറേ ഉള്ളൂ. നോർമൽ വാട്ടർ കൊണ്ടാണ് നമ്മൾ കുഴയ്ക്കുന്നതെങ്കിൽ ഈ പിന്നെ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. മീത ഭാഗം ഡ്രൈ ആയി വരില്ല. ഈ ചൂടുള്ള വെള്ളം കൊണ്ടാവുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അത് ജസ്റ്റ് ആ മീത ഭാഗം മാത്രമേ ഡ്രൈ ആയിട്ടുണ്ടാവുള്ളൂ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആട്ട തന്നെയായിരിക്കും. ഇത് ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും അടച്ചു വയ്ക്കുക കേട്ടോ. ഞാൻ പൊതുവെ ഒരു 2 മണിക്കൂറൊക്കെ മുന്നേ ഞാൻ കുഴച്ച് വയ്ക്കും. കാരണം ഗോതമ്പ് പൊതുവെ ചൂടാണെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ നേരം അത് കുഴച്ച് വയ്ക്കുമ്പോൾ സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ അത് ചൂട് തരുന്ന സംഭവമാവുക കാരണം കുറച്ച് മുന്നേ കുഴച്ച് വെക്കണം എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ നമ്മൾ റൈസ് എന്ന് പറഞ്ഞാൽ അത് തണുപ്പ് തരുന്ന സംഭവമല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കാം. ഈ ഒരു മാവ് കൊണ്ട് ഒരു 9 അല്ലെങ്കിൽ ഒരു 10 മീഡിയം സൈസിലുള്ള ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാനെടുത്തത് കുറച്ചൊരു വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ്. എന്നാൽ കുറേ വലുപ്പത്തിലുള്ള ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ. ഇതിനെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ചെറുതാക്കണമെങ്കിൽ 10 എണ്ണമായിട്ട് എടുക്കാം. കുറച്ചും കൂടി ചെറിയ ബോൾസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ചെറിയ ബോൾസ് ആകുമ്പോൾ ചപ്പാത്തി നമുക്ക് കുറച്ചും കൂടി നല്ല കനം കുറഞ്ഞ ചപ്പാത്തി കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും.
അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 9 ബോൾസ്, 9 അല്ലെങ്കിൽ ഒരു 10 ബോൾസ് നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കി എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കണം, അത്രേ വേണ്ടൂ. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കിത് പരത്താം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ കുറേ അധികം പൊടിയിലിട്ടിട്ട് പരത്തരുത്. അങ്ങനെയാവുമ്പോൾ ചപ്പാത്തിക്ക് ബലം വരും, കട്ടി കൂടും. ഇനി ഓരോന്നായിട്ട് പരത്താം. ഇത് പരത്തുമ്പോൾ ചില സൈഡ് കട്ടി കൂടിയിട്ട് ചില സൈഡ് കട്ടി കുറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ പരത്തരുത്. ഈവണായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഞാനൊരു 3-4 പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി എപ്പോഴും ആദ്യമേ പരത്തിയിട്ട് എല്ലാം പരത്തി വെച്ചിട്ട് ചുടുന്നേക്കാൾ നല്ലത് ഓരോന്നായിട്ട് അപ്പോൾ പരത്തി ചുടുക. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറ്. നമ്മൾ ആദ്യമേ എല്ലാം പരത്തി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതേ സമയത്ത് അത് ചുട്ടെടുക്കുകയാണ് എപ്പോഴും നല്ലത്. എത്ര നമ്മൾ മാവ് സോഫ്റ്റായിട്ട് കുഴച്ചാലും ചപ്പാത്തി ഉണ്ടാക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ ചപ്പാത്തി നമുക്ക് കറക്റ്റായിട്ട് അത് ഇങ്ങനെ പൊള്ളച്ച് വരില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യായാലും മതി, ലേശം മതി, 1-2 ഡ്രോപ്പ് ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇത് ഇരുമ്പ് തവയാവുക കാരണമാണ് കേട്ടോ ഞാനിത് പറയുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിയുന്നതും ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ തവ തന്നെയാണ് നല്ലത്. ഇനി ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കുക, ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റരുത്. പിന്നെ ആദ്യത്തെ ഒരു 2-3 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് പ്രോബ്ലം വരും. പ്രത്യേകിച്ച് അത് അത്ര ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ആദ്യത്തെ 2-3 ചപ്പാത്തിയൊക്കെ പ്രശ്നമായിട്ട് വരും. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാവും. അപ്പോൾ ആദ്യത്തെ ഒരു ചപ്പാത്തി നമ്മൾ അത്ര കാര്യമാക്കി എടുക്കണ്ട. പിന്നെ 1-2-3 ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ചപ്പാത്തി ഇങ്ങനെ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടിട്ട് 2 സൈഡൊന്ന് കുക്ക് ചെയ്തിട്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി വയ്ക്കുക. ബട്ടർ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വൈകിട്ട് വരെ ഇരിക്കും. ആ സമയത്ത് വൈകിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞത്, സോഫ്റ്റായിട്ടിരിക്കാനുള്ളത്. ബട്ടർ പുരട്ടി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും. ഇനി അടുത്തത് ഫുൾക്ക ഉണ്ടാക്കി കാണിക്കാം. ഫുൾക്ക ഉണ്ടാക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാലാണ് നമുക്ക് ശരിക്കും ആ ഫുൾക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചൂടുള്ള തവ ഭയങ്കരമായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു സൈഡ് ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ തിരിച്ചിടുക. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരും. ഈ സമയത്ത് നമ്മൾ ഇതിനെ മറിച്ചിട്ടിട്ട് അടിഭാഗം കാണിക്കണം. ഫ്ലെയിമിൻ്റെ മീതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ടല്ലോ, ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തവട മീതെ അങ്ങനെ ഒട്ടിപ്പിടിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ നീക്കുമ്പോൾ അതിങ്ങനെ നീങ്ങണം. അപ്പോൾ ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നീക്കാൻ പറ്റണം. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊള്ളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, 2 സൈഡും ചെറുതായിട്ട് കുക്കായി. ഇപ്പോൾ ഇനി മീതത്തെ ഭാഗം ഞാൻ ഒന്ന് മറിച്ചിട്ടു. ഇനി ആ മറിച്ചിട്ടിട്ട് അടിഭാഗമാണ് ഞാൻ ഫ്ലെയിമിൻ്റെ മീതെ കാണിക്കുന്നത്. അതായത് ആ മറിച്ചിടുമ്പോൾ ആ ഭാഗം ചൂട് കുറവായിരിക്കും. അതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്താലാണ് പൊന്തി വരുള്ളൂ. കണ്ടില്ലേ? ഇത് വീണ്ടും ചപ്പാത്തി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് പ്രാക്ടീസ് ആവും കേട്ടോ. ഇതൊക്കെ പ്രാക്ടീസിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തവയിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ഏതെങ്കിലും ഭാഗം കുക്കാവാൻ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കുക്കായിക്കോളും. ബാക്കിയുള്ളതും ഇതുപോലെ ഫുൾക്ക ഉണ്ടാക്കിയെടുക്കുക. ഫുൾക്ക മാത്രമേ നമുക്ക് അതിൻ്റെ അതൊന്നും മനസ്സിലാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. എപ്പോഴും ചൂട് കുറവുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിമിൻ്റെ മീതെ വയ്ക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതെ ഞാനെപ്പോഴും കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി കേട്ടോ. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ നെയ്യ് വരട്ട് വയ്ക്കുക. ഇനി നമ്മൾ നേരിട്ട് ഫ്ലെയിമിൻ്റെ മീതെ കാണിക്കാതെ ഫുൾക്ക ഉണ്ടാക്കണത് ഞാൻ കാണിക്കാം. ഈ കയ്യിൽ കൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തിയിട്ട് അതാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സൈഡ് കുറച്ച് കുക്കായതിൻ്റെ ശേഷം നമ്മൾ മറിച്ചിടുക. എന്നിട്ട് ആ സൈഡ് കുറച്ച് കുക്കായതിൻ്റെ ശേഷം അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മീതെ വെച്ചിട്ട് ഫുൾക്ക ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ അത് തവട മീതെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റൊട്ടി തവട മീതെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാരണ അതിന് റൊട്ടി എന്നാണ് പറയുക. പക്ഷേ ഫുൾക്ക പോലെ തന്നെയാണ് അത്. ഇങ്ങനെ പൊള്ളച്ച് വന്നിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ റൊട്ടി മറിച്ചിടുക. മറ്റേ സൈഡ് ഇങ്ങനെ ആവാൻ വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു കോട്ടൺ തുണി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഏത് സൈഡാണ് പൊള്ള വരാത്ത വെച്ചാൽ ആ സൈഡ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല വല്ലാതെ അങ്ങനെ അമർത്തരുത്, അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ പൊള്ളച്ച് വരും. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഞാൻ അധികം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മീതെ അധികം ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പം 3 മെത്തേഡും കണ്ടല്ലോ. ചപ്പാത്തി ആദ്യം കാണിച്ചു, പിന്നെ ഫുൾക്ക കാണിച്ചു, പിന്നെ റൊട്ടി കാണിച്ചു. നമ്മൾ ഈ തവട മീതെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ അതിന് നമ്മൾ സാധാരണ റൊട്ടി എന്നാണ് പറയാറ്. ഫുൾക്ക പോലെ തന്നെയാണ്. ഇനി ഞാനിത് എങ്ങനെ സാധാരണ കാസറോളിലൊക്കെ വെക്കാറ് എന്ന് കാണിക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ 2 നേരത്തേക്കുള്ള റൊട്ടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കും. വൈകിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയി വരാറുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് 2 സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ചൂട് കുറവുള്ള ഭാഗം താഴെ വരത്തക്ക വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊള്ളച്ച് വരും. ഇപ്പോൾ എല്ലാ ചപ്പാത്തിയും നമ്മൾ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് വരട്ടി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കോട്ടൺ തുണിയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് കാസറോളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അതിലേക്ക് അധികം വെള്ളമൊന്നും ആവില്ല. ഞാൻ സാധാരണ ഇങ്ങനെ കോട്ടൺ തുണിയിൽ വെക്കില്ല. ഞാനൊരു ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ചപ്പാത്തി വെക്കുക ചെയ്യുക. അപ്പോൾ അടിയിലത്തെ ചപ്പാത്തി കുറച്ച് കൂടുതൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ മീതെ ഇങ്ങനെ വെള്ളം നനവ് അധികം ഉണ്ടാവില്ല. ആ വെള്ളം മുഴുവൻ ആ ടിഷ്യൂ പേപ്പറിലേക്ക് അബ്സോർബ് ആവും. പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കാസറോളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വയ്ക്കുക. പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ചപ്പാത്തി വയ്ക്കുക. ചപ്പാത്തി വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി. അങ്ങനെയാകുമ്പോൾ വെള്ളം അതിൽ മീതെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ വൈകിട്ട് വരെ നമ്മൾ 2 നേരത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റാണ് ചപ്പാത്തി, നോക്കൂ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇരിക്കും തോറും ഇതൊന്ന് കൂടുതൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കുമ്പോൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചൂടാക്കുക മാത്രമേ വേണ്ടൂ. നല്ല സോഫ്റ്റായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.